ദില്ലി സന്ദർശനത്തിന് ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമങ്ങളെ കാണുന്നു തത്സമയം. നമുക്ക് ആരംഭിക്കാം അല്ലേ? നേരത്തെ നാളെ ഒരു മീറ്റ് ദ പ്രസ് ആകാമെന്ന് ഉള്ള മട്ടിൽ എന്നോട് പറഞ്ഞിരുന്നു. ഇപ്പം നമുക്ക് ധാരാളം സമയമുള്ളത് കൊണ്ട് നാളെ ഞായറാഴ്ച നിങ്ങൾ വെറുതെ ബുദ്ധിമുട്ടുണ്ടോ എന്നാണ് ആദ്യത്തെ ഒരു ചോദ്യം. വേണമെങ്കിൽ നമുക്കത് ഒഴിവാക്കാം. മുഖ്യമന്ത്രിയുടെ ചുമതല ഏറ്റെടുത്തതിന് ശേഷം ആദ്യമായി ഡൽഹിയിൽ വരുന്നതായതുകൊണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ടവരെ ആകെ ഒന്ന് കാണുന്നത് നല്ലതാണ് എന്ന് കരുതി അങ്ങനെ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, ആഭ്യന്തരമന്ത്രി, ധനകാര്യമന്ത്രി ഇത്രയും ആളുകളെ ഇന്ന് കണ്ടിട്ടുണ്ട്. എല്ലാവരും വളരെ സൗഹൃദപരമായിരുന്നു, അതേസമയം ക്രിയാത്മകവുമായിരുന്നു. രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും കേരളത്തോടുള്ള അവരുടെ താല്പര്യം നല്ല നിലക്ക് തന്നെ പ്രകടിപ്പിക്കുകയുണ്ടായി. രാഷ്ട്രപതി അദ്ദേഹത്തിൻ്റെ പതിറ്റാണ്ടുകളായുള്ള കേരളവുമായുള്ള ബന്ധം അതൊക്കെ അയവറക്കുന്ന നിലയുണ്ടായി. പിന്നെ അദ്ദേഹം ചൈനീസ് സന്ദർശനം കഴിഞ്ഞ് ഉടനെ വന്നതായതുകൊണ്ട് ചൈനയെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളും കൂടി പങ്കുവെച്ചു എന്ന് മാത്രം. ഉപരാഷ്ട്രപതി വിശദമായിട്ട് തന്നെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയുകയുണ്ടായി. രണ്ടുപേരും കേരളത്തോട് സവിശേഷമായ സ്നേഹം പുലർത്തുന്നവരായിട്ടാണ് ചർച്ചയിലൂടെ വ്യക്തമായത്. ഉപരാഷ്ട്രപതി കേരളത്തിൻ്റെ നേട്ടങ്ങളാകെ ഓർമ്മിപ്പിച്ചുകൊണ്ട് അത് രാജ്യത്തിന് തന്നെ മാതൃകയാണെന്ന് അടിവരയിടുന്ന സ്ഥിതിയുമുണ്ടായി. സംസ്ഥാനത്തിൻ്റെ സാമൂഹ്യ സാംസ്കാരിക മേഖലയെക്കുറിച്ച് അദ്ദേഹത്തിന് നല്ല ധാരണയുണ്ട്. അത് വെച്ചുകൊണ്ട് കുറേ കാര്യങ്ങൾ അദ്ദേഹം അന്വേഷിക്കുകയും ചെയ്തു. പ്രധാനമന്ത്രിയുമായി നടന്ന കൂടിക്കാഴ്ച അങ്ങേയറ്റം സൗഹൃദപരമായ ഒന്നായിരുന്നു. രണ്ട് കാര്യങ്ങളിൽ കേരളത്തിന് ദേശീയ മാതൃകയാകാൻ കഴിയും എന്ന് അദ്ദേഹം തന്നെ ഞങ്ങളോട് പറയുകയുണ്ടായി. അതിലൊന്ന് ഓപ്പൺ ഡിഫക്കേഷൻ ഫ്രീ സ്റ്റേറ്റ് ആവുന്നത്, പൊതുസ്ഥലങ്ങളിൽ മലമൂത്ര വിസർജനം ഒഴിവാക്കുന്ന നില. അതിനിപ്പോൾ എല്ലാവർക്കും കക്കൂസ് ഗ്രാമപ്രദേശങ്ങളിലടക്കം നൽകേണ്ടതായിട്ടുണ്ട്. അതിന് നമുക്ക് സാധിക്കുന്നതാണ്. കാരണം 1.5-2 ലക്ഷം കുടുംബങ്ങൾക്കായിരിക്കും ഇപ്പോൾ പുതുതായിട്ട് കക്കൂസുകൾ വേണ്ടി വരിക. അത് ആ നിർദ്ദേശം ഗൗരവമായിട്ട് തന്നെയാണ് എടുക്കുന്നത്. ഏതാനും നിശ്ചിത സമയപരിധിക്കുള്ളിൽ ഈ പറയുന്ന
പദ്ധതി ഏറ്റെടുത്ത് പൂർത്തിയാക്കാൻ കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം ചൂണ്ടിക്കാണിച്ച മറ്റൊരു കാര്യം നമ്മുടെ സംസ്ഥാനത്തെ 100% ഡിജിറ്റലാക്കുന്ന കാര്യമാണ്. ഈ ഡിജിറ്റൽ കേരള പദ്ധതി പൂർണ്ണമായിട്ട് നടപ്പാക്കുക എന്നുള്ളത്. ഇപ്പം തന്നെ എല്ലാ പഞ്ചായത്തിലും ഇതുമായി ബന്ധപ്പെട്ട് ബന്ധിപ്പിക്കാനുള്ള സൗകര്യങ്ങൾ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ദേശീയ തലത്തിൽ തന്നെ ഏർപ്പെടുത്തിയിട്ടുള്ള സംവിധാനം എല്ലാ ഗ്രാമങ്ങളിലും എത്തിയെന്ന് തന്നെ പറയാം. പക്ഷെ ഒരു പ്രശ്നമുള്ളത്, അത് പൂർണ്ണമായും ബഹുജനങ്ങൾക്കാകെ പ്രയോജനപ്പെടുത്താൻ ഇപ്പോൾ കഴിയുന്നില്ല. അത് പ്രയോജനപ്പെടുത്താൻ കഴിയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ട് IT അനുബന്ധ അല്ലെങ്കിൽ IT സഹായ രീതിയിലേക്ക് കാര്യങ്ങൾ മാറണം. അതായത് എല്ലാ വീടുകളിലും ഇൻ്റർനെറ്റ് സൗകര്യം ലഭ്യമാക്കത്തക്ക രീതിയിലേക്ക് നമുക്ക് മാറാൻ കഴിയേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ വൈഫൈ സൗകര്യം മിക്കവാറും സ്ഥലങ്ങളിൽ, മിക്കവാറുമല്ല എല്ലായിടങ്ങളിലും ലഭ്യമാക്കുന്ന തരത്തിലേക്ക് ഉയരേണ്ടതായിട്ടുണ്ട്. അതും നമുക്കിപ്പോൾ പൂർത്തിയാക്കാൻ കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം നെറ്റ്വർക്ക് പൂർണ്ണമായിട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ആ നെറ്റ്വർക്കിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ശക്തിപ്പെടുത്താൻ തീരുമാനിച്ചാൽ ഈ കാര്യം നടപ്പാക്കാൻ കഴിയുന്നതേയുള്ളൂ. വേറൊരു പ്രശ്നം അദ്ദേഹവുമായിട്ടുള്ള ചർച്ചയിൽ ചൂണ്ടിക്കാണിച്ചത് അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞ കാര്യങ്ങളാണ്. അത് വലിയ തോതിലുള്ള ലീക്കേജ് ചില സംസ്ഥാനങ്ങളിൽ ഉണ്ടാകുന്നു എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. അതിൻ്റെ ഭാഗമായിട്ട് ചണ്ഡീഗറിൻ്റെ ഒരു ഉദാഹരണം ഞങ്ങളെടുത്ത് അദ്ദേഹം പറയുകയുണ്ടായി. ചണ്ഡീഗറിൽ 30 ലക്ഷം ലിറ്റർ മണ്ണെണ്ണ കൊടുക്കുന്ന നിലയുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. എന്നാൽ അത് മറ്റു തരത്തിൽ സാങ്കേതികമായി ബന്ധിപ്പിക്കുന്ന അവസ്ഥ വന്നപ്പോൾ അത് പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ കഴിയും. ഒരു നിശ്ചിത വളരെ ചെറിയ നമ്പർ മാത്രമാണ് വൈദ്യുതി ബന്ധമോ ഗ്യാസ് ബന്ധമോ ഇല്ലാത്തവർ. അപ്പോൾ അവരെ കണ്ടെത്തി ഗ്യാസ് കണക്ഷൻ കൊടുത്തതോടുകൂടി ഈ 30 ലക്ഷം ലിറ്റർ നഷ്ടപ്പെടുന്നത് ഒഴിവാക്കാൻ കഴിഞ്ഞു എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. അത് ആധാറിനും ജൻധനും ഒക്കെ പദ്ധതികൾ പല കാര്യങ്ങളിലും ബന്ധിപ്പിച്ചാലുള്ള ഗുണത്തിൻ്റെ കാര്യം അദ്ദേഹം ചൂണ്ടിക്കാണിച്ചതാണ്. എങ്ങനെ ലീക്കേജുകൾ ഒഴിവാക്കാൻ പറ്റുമെന്ന കാര്യം. അതോടൊപ്പം മൊബൈൽ നെറ്റ്വർക്ക് കേരളത്തിൽ വളരെ കൂടുതലാണല്ലോ. അങ്ങനെയുള്ള സൗകര്യങ്ങൾ ഉപയോഗിച്ചാൽ ഇത്തരത്തിലുള്ള ചില ലീക്കേജ് ഒഴിവാക്കാൻ കഴിയും എന്നതാണ് അദ്ദേഹത്തിൻ്റെ ഉപദേശം. അപ്പോൾ ഈ 3 ആധാർ, ജൻധൻ, ഈ മൊബൈൽ നെറ്റ്വർക്ക് ഇതെല്ലാം കൂടി സംയോജിപ്പിച്ചുകൊണ്ടുള്ള സേവനങ്ങൾ ജനങ്ങൾക്ക് നൽകിയാൽ അർഹതപ്പെട്ടവർക്കെല്ലാം സേവനങ്ങൾ ലഭിക്കുന്ന സ്ഥിതിയും വരും. എന്നാൽ അനർഹർക്ക് സേവനം ലഭിക്കുന്നുണ്ടെങ്കിൽ അതൊഴിവാക്കാനും കഴിയും. ഇതാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം. കേരളത്തിൻ്റെ പ്രശ്നങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി. അത് റബ്ബറുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ്. അപ്പോൾ അദ്ദേഹം അന്വേഷിച്ചു എന്താണ് ഇതിൽ ചെയ്യാൻ സാധിക്കുക എന്ന്.
ഇപ്പോൾ ചൂണ്ടിക്കാണിച്ച കാര്യം നമ്മുടെ നാട്ടിലെ റോഡ് നിർമ്മാണത്തിന് റബ്ബർ ഉപയോഗിക്കാൻ കഴിയും. അത് നാഷണൽ ഹൈവേ അതോറിറ്റി റബ്ബർ അധിഷ്ഠിത റോഡുകൾ ഉണ്ടാക്കാൻ തീരുമാനിച്ചാൽ നല്ലൊരു ഭാഗം റബ്ബർ അതിനു വേണ്ടി ഉപയോഗിക്കാൻ കഴിയും. അതുപോലെ തന്നെ ഡിഫൻസ് മേഖലയിലും ഡിഫൻസിൻ്റെ ഭാഗമായി റോഡുകൾ ധാരാളം നിർമ്മിക്കുന്നുണ്ട്. അതുപോലുള്ള കാര്യങ്ങൾക്കും റബ്ബർ നല്ല തരത്തിൽ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഇപ്പം ഞങ്ങളൊരു കേഴ്സി കോളിന് പോയത് മാത്രമാണല്ലോ, ഇങ്ങനെയൊരു ചർച്ചയ്ക്ക് തയ്യാറായിട്ട് പോയതല്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വിശദമായി നോട്ട് തയ്യാറാക്ക്, എന്നിട്ട് നമുക്ക് വിശദമായി സംസാരിക്കാം, സഹായിക്കാൻ തയ്യാറാണ്, നമുക്ക് അത്തരം ഒരു പദ്ധതി തയ്യാറാക്കാം, എന്താണെന്നുള്ളത് നിങ്ങൾ വിശദമായി തയ്യാറാക്കി കൊണ്ടുവരുമെന്ന് പറഞ്ഞു. അതോടൊപ്പം റബ്ബറിൻ്റെ വാല്യൂ ആഡഡ് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കിക്കൂടെ എന്ന് അദ്ദേഹം അന്വേഷിക്കുകയുണ്ടായി. അതും സാധിക്കുന്ന കാര്യമാണ്. ചെറുകിട ഫാക്ടറികൾ മുതൽ വൻകിട ഫാക്ടറികൾ വരെ സാധിക്കും. ആ കാര്യവും നമുക്ക് ആലോചിക്കേണ്ടതുണ്ട് എന്നും ഞങ്ങൾ പരസ്പരം പറയുകയുണ്ടായി. ഏതായാലും ആ കാര്യത്തിൽ നല്ല പ്രതികരണം തന്നെയാണ് പ്രധാനമന്ത്രിയിൽ നിന്നുണ്ടായത്. റബ്ബർ കർഷകരുടെ പ്രശ്നങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു. ആ കൂട്ടത്തിൽ ഞങ്ങൾ പറഞ്ഞു, റബ്ബറിൻ്റെ പ്രശ്നം പരിഹരിക്കുന്നതിന് റബ്ബറിന് താങ്ങുവില പ്രഖ്യാപിക്കണം. ഒരു മിനിമം വില ഇത്രയാണെന്ന് പ്രഖ്യാപിച്ചിരിക്കണം. ആ വിലയിൽ നിന്ന് താഴോട്ട് പോകുമ്പോൾ ആ റബ്ബർ സംഭരിക്കുന്നതിന് കേന്ദ്രവും സംസ്ഥാനവും കൂടി ഒരു പൊതു പദ്ധതി തയ്യാറാക്കണം. അതിനോടും തത്വത്തിൽ അദ്ദേഹം യോജിക്കുകയാണുണ്ടായത്. റോഡിൻ്റെ കാര്യത്തിൽ റബ്ബറിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹം ഒരു കാര്യം ഇങ്ങോട്ട് പറഞ്ഞു, അത് പ്ലാസ്റ്റിക്കും ഈ റോഡ് നിർമ്മാണത്തിന് ഉപയോഗിക്കാൻ കഴിയുന്നതാണ് എന്നൊരു കാര്യം അദ്ദേഹം കൂട്ടത്തിൽ പരാമർശിക്കുകയുണ്ടായി. പിന്നെ അദ്ദേഹം ഞങ്ങളോട് നിർദ്ദേശിച്ചൊരു കാര്യം, നമുക്ക് ആയുർവേദത്തെ ഒരു വലിയ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഉയർന്ന ഒരു മേഖലയാക്കി മാറ്റിക്കൂടെ കേരളത്തിൽ എന്ന് ചോദിക്കുന്ന അവസ്ഥയുണ്ടായി. അതിനദ്ദേഹം ചൈനയുടെ ഉദാഹരണമാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ അവിടുത്തെ ചൈനയിൽ ട്രഡീഷണൽ മരുന്നുകൾ ഉപയോഗിക്കുന്ന കാര്യമാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഈ ഗവൺമെൻറ് അധികാരത്തിൽ വരുന്നതിന് മുൻപ് ഇറക്കിയൊരു മാനിഫെസ്റ്റോ ഉണ്ട്. അതിൽ ആയുർവേദത്തിൻ്റെ കാര്യം പ്രത്യേകമായിട്ട് തന്നെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആയുർവേദത്തെ വലിയ തോതിൽ വികസിപ്പിക്കണമെന്നാണ് കാണുന്നത്. അത് മരുന്നുൽപ്പാദനം മാത്രമല്ല, ഗവേഷണ സൗകര്യങ്ങളോടുകൂടിയ വലിയൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കണം എന്ന് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ആ നിലക്കൊക്കെ നീങ്ങണമെന്നാണ് ഞങ്ങൾക്കുള്ള വിഷമം. പണത്തിൻ്റെത് മാത്രമാണ്. അപ്പോൾ ആ കാര്യത്തിൽ പണത്തിനെന്ത് ക്ഷാമം എന്നാണ് അദ്ദേഹം ചോദിച്ചത്. പണത്തിനൊരു ക്ഷാമം ഉണ്ടാവില്ല എന്ന് അദ്ദേഹം പറയുന്ന നിലയുണ്ടായി. പിന്നെ മത്സ്യബന്ധന മേഖലയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ചർച്ച ചെയ്യുകയുണ്ടായി. മത്സ്യബന്ധന മേഖലയുമായി ചർച്ച ചെയ്തപ്പോൾ അദ്ദേഹം നിർദ്ദേശിച്ചത്, നമുക്ക് മത്സ്യഫെഡിനെ കുറിച്ച് ഞങ്ങൾ പറഞ്ഞു. കേരളത്തിലെ മത്സ്യ തൊഴിലാളികളുടെ സഹകരണ സംഘങ്ങളുടെ ഘടന ഞങ്ങൾ പറഞ്ഞു. പ്രാഥമിക സഹകരണ സംഘങ്ങളുണ്ട്, അപ്പെക്സ് സംഘം എന്ന നിലക്ക് മത്സ്യഫെഡ് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ സഹകരണ സംഘങ്ങളെ ഉപയോഗിച്ച് വലിയ ബോട്ടുകൾ ഇറക്കി ആഴക്കടൽ മത്സ്യബന്ധനം നടത്താൻ പറ്റില്ലേ? അതാണല്ലോ കൂടുതൽ നല്ലത്. ഇപ്പോൾ ഇങ്ങോട്ട് മത്സ്യങ്ങൾ കുറഞ്ഞിട്ടുണ്ടല്ലോ, ആഴക്കടൽ മത്സ്യബന്ധനമല്ലേ നന്നാവുക എന്ന് അദ്ദേഹം ചോദിക്കുന്ന നിലയുണ്ടായി. അപ്പോൾ അതിന് ബാങ്കുകളിൽ നിന്ന് പണം ലഭ്യമാക്കുന്ന നിലപാടും സ്വീകരിക്കാം എന്നതും അദ്ദേഹം പ്രത്യേകമായി പറയുകയുണ്ടായി. അതോടൊപ്പം മത്സ്യം വളർത്തുന്ന കാര്യം ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു. അത്തരം കാര്യങ്ങളിലും സഹായകരമായ സമീപനം തന്നെയാണ് അദ്ദേഹം സ്വീകരിച്ചത്.
പിന്നെ ചൂണ്ടിക്കാണിച്ച അദ്ദേഹം അന്വേഷിച്ച ഒരു കാര്യം ഗെയിലിൻ്റെ പൈപ്പ് ലൈനുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. അപ്പോൾ ഗെയിലിൻ്റെ പൈപ്പ് ലൈൻ പൂർത്തിയാക്കാൻ കഴിയാത്തത് പ്രയാസമാണല്ലോ എന്ന് അദ്ദേഹം അന്വേഷിച്ചു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങളും അത് പ്രയാസമായിട്ട് തന്നെയാണ് കാണുന്നത്. ഗെയിലിൻ്റെ പൈപ്പ് ലൈൻ പൂർത്തിയാകാതിരുന്നത് ഞങ്ങളെ സംസ്ഥാനത്തിൽ അക്കാര്യത്തിൽ വേണ്ടത്ര താല്പര്യമെടുത്തില്ല എന്നതിൻ്റെ ഭാഗമായിട്ടാണ്. ഞങ്ങളത് പരസ്യമായിട്ട് തന്നെ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്. ഗെയിൽ പൈപ്പ് ലൈൻ പൂർത്തിയാക്കുന്നതിന് ഞങ്ങൾ മുൻഗണന നൽകുകയാണ്. അപ്പോൾ അദ്ദേഹം അതിനുള്ള തടസ്സങ്ങൾ ചൂണ്ടിക്കാണിച്ചു, ആളുകളുടെ തടസ്സം. അത് ചിലയിടങ്ങളിൽ തടസ്സമുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അപ്പോൾ അവരുമായി ചർച്ച ചെയ്ത് ഈ പദ്ധതി പൂർത്തിയാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും എന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. അത് സംസ്ഥാനം ചെയ്യേണ്ട കാര്യമാണ്. അത് പൂർത്തിയാക്കിയാൽ മാത്രമേ നമ്മുടെ നാടിൻ്റെ പല പ്രശ്നങ്ങളും പരിഹരിക്കാനാവും. അതിലേറ്റവും പ്രധാന പ്രശ്നം, ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് മംഗലാപുരത്തേക്ക് പൈപ്പ് ലൈൻ പോയാൽ ചീമേനിയിലൊരു വലിയ വൈദ്യുത നിലയം ഈ ഗ്യാസ് ഉപയോഗിച്ച് തുടങ്ങാൻ വേണ്ടി നേരത്തെ കണ്ടിട്ടുണ്ട്. അതിലേക്കൊന്നും ഇപ്പോൾ പോകാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അത് പൂർത്തിയാക്കാൻ നിർബന്ധിതമായും നടപടികൾ സ്വീകരിക്കുമെന്ന് തന്നെ അദ്ദേഹത്തോട് സമ്മതിച്ചിട്ടുണ്ട്. അതോടൊപ്പം ചൂണ്ടിക്കാണിച്ച മറ്റൊരു കാര്യം, നമ്മുടെ സംസ്ഥാനത്ത് പൈപ്പ് ലൈനിനെ പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ഇലക്ട്രിക് ലൈൻ വലിക്കുന്ന കാര്യം. അത് കോട്ടയം ആ ഭാഗത്ത് ഒരു ലൈൻ വലിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചെറിയൊരു പ്രദേശത്തുള്ള തടസ്സത്തിൻ്റെ ഭാഗമായി കൂടംകുളത്ത് നിന്ന് വൈദ്യുതി വരേണ്ടതാണ്. അത് തടസ്സപ്പെട്ട് നിൽക്കുകയാണ്. അതും ഇതുപോലെ നമ്മുടെ നാടിൻ്റെ ഒരു കെടുകാര്യസ്ഥത കൊണ്ട് മുടങ്ങിക്കിടക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ അത് പൂർത്തിയാക്കേണ്ടതും വളരെ പ്രധാനപ്പെട്ടതാണ്. അതും അദ്ദേഹം പരാമർശിക്കുകയുണ്ടായി. അത് പൂർത്തിയാക്കാൻ കഴിയും എന്ന് തന്നെയാണ് ഞങ്ങൾ അദ്ദേഹത്തിന് ഉറപ്പ് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം പറഞ്ഞപ്പോൾ ഈ പണവുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചപ്പോൾ അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞ ഒരു വാചകം, അത് കേരളത്തിന് നല്ല പിന്തുണ പ്രധാനമന്ത്രി നൽകുന്നു എന്നതിൻ്റെ ഭാഗമായിട്ടൊരു വാചകമായിട്ട് തന്നെയാണ് കാണുന്നത്. കൺസിഡർ ദിസ് ആസ് യുവർ ഹോം എന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. അപ്പോൾ അത് നല്ല രീതിയിൽ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പിന്തുണയുണ്ടാകും എന്ന തെളിവായിട്ട് തന്നെയാണ് എടുക്കാവുന്നത്. ഹോം മിനിസ്റ്ററെ കണ്ടപ്പോൾ എല്ലാ സഹായങ്ങളും അദ്ദേഹവും വാഗ്ദാനം ചെയ്യുകയുണ്ടായി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം, ഇപ്പോൾ മോഡേണൈസേഷൻ ഓഫ് പോലീസ് എന്ന ഇനത്തിൽ അതുപോലെ തന്നെ സെക്യൂരിറ്റി റിലേറ്റഡ് എക്സ്പെൻഡിച്ചറിലും ഫണ്ട് അനുവദിക്കുന്നതിന് ഒരു തടസ്സമുണ്ടായിരുന്നു. അതവർ അനുവദിക്കാതിരിക്കുന്ന നിലയിപ്പുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് 1 മാസം കൊണ്ട് അല്ലെങ്കിൽ 2 മാസം കൊണ്ട് ആ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. പ്രധാനമന്ത്രി തലത്തിലും ധനകാര്യമന്ത്രി തലത്തിലും ചർച്ച ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിൽ തീരുമാനം ഞങ്ങൾ എടുക്കാൻ പോവുകയാണ്. ആവശ്യമായ സഹായം ചെയ്യും എന്ന് തന്നെ അദ്ദേഹം പറയുകയുണ്ടായി. അതിൽ ചിലയിടത്തുള്ള ചില പ്രശ്നങ്ങൾ, ചില പ്രത്യേക പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങളിൽ ഇടപെടുന്നതിന് കുറേ കൂടി കാര്യക്ഷമത വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. അതിൽ ഫണ്ടിൻ്റെ ഇൻവോൾവ്മെൻറ്റ് കൂടി ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ സംസാരിച്ചപ്പോഴാണ് ഈ കാര്യം പറഞ്ഞത്. നല്ല സഹായം ലഭിക്കുമെന്ന് തന്നെയാണ് ചൂണ്ടിക്കാണിച്ചത്. പിന്നെ ഒരു IR ബറ്റാലിയൻ കൂടി കേരളത്തിൽ സൃഷ്ടിക്കാമെന്ന് അദ്ദേഹം ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കും എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്.
അവിടെ അദ്ദേഹം ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചു. സംസ്ഥാനവും കേന്ദ്രവും തമ്മിൽ സഹകരിച്ച് കൈകോർത്ത് പോകണം, അങ്ങനെയാണ് വികസനം ശരിയായ രീതിയിൽ കൊണ്ടുവരാൻ കഴിയുക. ഞങ്ങളും അത് പറഞ്ഞു. ഇത് ഞങ്ങൾ കാണുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഇത്തരം കാര്യങ്ങളിലെല്ലാമുള്ള സഹായവും പിന്തുണയും വേണം എന്ന് തന്നെയാണ് എന്നത് ഞങ്ങളും ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. അവിടെ BJPയും CPIയും തമ്മിലുള്ള സംഘർഷമുണ്ടല്ലോ എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. അത് മുഖ്യമന്ത്രി എന്ന നിലക്ക് നിങ്ങൾക്ക് രണ്ടു കൂട്ടരെയും വിളിച്ച് സംസാരിച്ച് പരിഹരിച്ചുകൂടെ എന്ന് അദ്ദേഹം ചോദിക്കുകയുണ്ടായി. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ കൂട്ടരോട് ആദ്യം പറയുക, അങ്ങനെ പറഞ്ഞ് അവരെ അതിനെ സഹകരിപ്പിച്ചാൽ അത്തരമൊരു യോഗം വിളിക്കാം. എൻ്റെ കൂട്ടരോട് ഞാനും പറയാം, അതിനെനിക്ക് തടസ്സമില്ല. പക്ഷേ നിങ്ങളുടെ കൂട്ടരോട് നിങ്ങൾ പറഞ്ഞ് സഹകരിപ്പിക്കണം, അത് ഞാൻ പറഞ്ഞോളാമെന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ പൊതുവിൽ നല്ല ചർച്ചയാണ് അദ്ദേഹവുമായിട്ടും ഞങ്ങൾ നടത്തിയത്. ധനകാര്യമന്ത്രിയുമായി വളരെ വിശദമായ ചർച്ചയാണ് നടന്നത്. നല്ല പരസ്പരമുള്ള ആശയവിനിമയം അദ്ദേഹവുമായി നടത്തുകയുണ്ടായി. ഇത് നേരത്തെ പറഞ്ഞതുപോലെ ഒരു ചെറിയ സൗഹൃദ സന്ദർശനമാണ് ഉദ്ദേശിച്ചതെങ്കിലും വിശദമായി തന്നെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന നിലയിലേക്കാണ് പലതും മാറിയത്. അതിലൊരു പ്രശ്നം നമ്മുടെ പശ്ചാത്തല സൗകര്യ വികസനം, അടിസ്ഥാന മേഖലയുടെ വികസനം, അതോടൊപ്പം ദേശീയപാത പൂർണ്ണമായും വികസിപ്പിക്കൽ. ഇത്തരം കാര്യങ്ങളിൽ എല്ലാ സഹായവും ചെയ്യാൻ ഞങ്ങൾ സന്നദ്ധമാണെന്ന് അദ്ദേഹം പറഞ്ഞു. അതിൽ അദ്ദേഹം സംസ്ഥാനത്തെ ചെറിയ തോതിൽ കുറ്റപ്പെടുന്ന നിലയാണ് ഉണ്ടായത്. അത് കുറ്റപ്പെടുത്തുന്നത് ഒരു തെറ്റായ അർത്ഥത്തിലെടുക്കാനും പറ്റില്ല. അതിൽ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് അവിടെ ഭൂമി എക്വയർ ചെയ്യാത്തത് കൊണ്ടാണ് പലയിടത്തും ദേശീയപാത വികസിപ്പിക്കാൻ കഴിയാത്തത്. അപ്പോൾ അദ്ദേഹത്തോട് ഞങ്ങൾ പറഞ്ഞു, ഇത് ശരിയാണ്, ഞങ്ങൾ സമ്മതിക്കുന്നു, ഈ ഭൂമി എക്വയർ ചെയ്യാനുള്ള സത്വര നടപടി ഞങ്ങൾ സ്വീകരിക്കും, അത് പെട്ടെന്ന് തന്നെ എക്വയർ ചെയ്ത് കിട്ടുന്നതിനാവശ്യമായ ഒരു പദ്ധതി തന്നെ തയ്യാറാക്കും. അക്കാര്യത്തിൽ ഞങ്ങൾ ഉറപ്പു നൽകുന്നു, നിങ്ങൾ ദേശീയപാത വികസിപ്പിക്കുന്നതിനാവശ്യമായ എല്ലാ സഹായവും ചെയ്യണം, അത് മുഴുവൻ ചെയ്യാം എന്ന് അദ്ദേഹം ഏൽക്കുകയും ചെയ്തു. അതിൽ അദ്ദേഹം പറയുമ്പോൾ ഈ ഭൂമി എക്വയർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ആന്ധ്രയിൽ സ്വീകരിച്ച ചില മാർഗ്ഗങ്ങളൊക്കെ ഞങ്ങളെടുത്ത് ഉപദേശിക്കുകയുണ്ടായി. അത് കേരളത്തിൻ്റെ സാഹചര്യം വെച്ച് നമുക്ക് എന്താണ് പ്രായോഗികമെന്നുള്ളത് അവിടെ ആലോചിക്കാമെന്ന് ഞങ്ങൾ അദ്ദേഹത്തിന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം റെയിൽവേ വികസനത്തിൻ്റെ കാര്യം LDFൻ്റെ പ്രകടന പത്രികയിൽ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചിരുന്നു. ഇന്നുള്ള റെയിൽ ലൈനിനോടൊപ്പം തന്നെ അതിവേഗ തീവണ്ടികൾക്ക് സഞ്ചരിക്കാനുള്ള റെയിൽപാതി ഒരുക്കലാണ് ഉദ്ദേശിച്ചത്. അതിന് റെയിൽവേ ബോർഡുമായി ചേർന്നുള്ള സംയുക്ത സംരംഭം വേണം. അപ്പോൾ ആ പ്രശ്നം ഞങ്ങൾ ചർച്ചയിൽ ഉയർന്നു വരികയുണ്ടായി. അപ്പോൾ അദ്ദേഹം അതിനോട് പൂർണ്ണമായി യോജിക്കുക തന്നെ ചെയ്തു. യോജിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, എല്ലാറ്റിനും ഞങ്ങൾ ഈ പണത്തിൻ്റെ കാര്യം പറയുന്നുണ്ടല്ലോ, നമ്മളെ കയ്യിൽ പണമില്ലാത്ത കാര്യം ഇവരുടെ എല്ലാം ശ്രദ്ധയിൽ ഞങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അല്ല, പണത്തിൻ്റെ കാര്യത്തിന് നമുക്ക് ഇപ്പോൾ എയർപോർട്ടുകളിൽ ചിലയിടത്ത് സ്വകാര്യ പങ്കാളിത്തം വന്നിട്ടില്ലേ, അതെന്താ അങ്ങനെ റെയിൽവേയുടെ കാര്യവും ആലോചിച്ചുകൂടെ, ഒരു ലൈനിൻ്റെ കാര്യമൊക്കെ വരുമ്പം പുതുതായിട്ട് ആലോചിച്ചുകൂടെ എന്നൊരാശയം അദ്ദേഹം ഉന്നയിക്കുകയുണ്ടായി. അതിനൊക്കെ സഹായിക്കാൻ തയ്യാറാകുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ ആലോചിച്ചുകൂടെ. പിന്നെ അതിനെ നമ്മൾ എതിർക്കേണ്ട കാര്യമില്ല, സ്വകാര്യ പണം എങ്ങനെയെന്നുള്ളത് നമ്മളാണല്ലോ ചർച്ച ചെയ്യേണ്ടത്, അത് പിന്നീട് ചർച്ച ചെയ്യാവുന്ന കാര്യമാണ്. ഏതായാലും പോസിറ്റീവായാണ് അദ്ദേഹം ഇതിനോട് പ്രതികരിച്ചത്, ആവശ്യമായ സഹായം ചെയ്യാൻ തയ്യാറാണ് എന്നും അദ്ദേഹം പറയുകയുണ്ടായി. പിന്നെ റബ്ബറിൻ്റെ കാര്യം അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ ഈ കോർപ്പറേറ്റ് ഫണ്ട് ഉണ്ടാക്കുന്നതിന്, ആ വിലസ്ഥിരതാ ഫണ്ട് ഉണ്ടാക്കുന്നതിന് ആവശ്യമായ സഹായം ചെയ്യും എന്ന് തന്നെ അദ്ദേഹം ഉറപ്പ് നൽകുകയുണ്ടായി.
ഞങ്ങൾ ആദിവാസികളുടെ പ്രശ്നം ഉന്നയിച്ചിരുന്നു. നമ്മുടെ കേരളത്തിൽ വളരെ ചെറിയൊരു വിഭാഗമാണ് ആദിവാസികൾ. പക്ഷേ ഏറ്റവും അധികം വിഷം അനുഭവിക്കുന്നവരാണ് അവർ. അവരുടെ പ്രശ്നങ്ങളെല്ലാം പ്രശ്നങ്ങളായിട്ട് തന്നെ ഇപ്പോഴും കിടക്കുകയാണ്. ഭൂമിയുടെ പ്രശ്നമുണ്ട്, കിടപ്പാടത്തിൻ്റെ പ്രശ്നമുണ്ട്, മറ്റൊട്ടേറെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അത്തരം പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതിന് ആവശ്യമായ ഇടപെടലും സഹായവും വേണ്ടതായിട്ടുണ്ട്. അതിലും പണം ഒരു ഘടകമാണ്. അപ്പോൾ അതിൽ അദ്ദേഹം നല്ല വാഗ്ദത്തം തന്നെയാണ് നൽകിയത്. ആവശ്യമായ സഹായമുണ്ടാകും എന്ന് തന്നെ അദ്ദേഹം പറയുകയുണ്ടായി. പിന്നൊരു പ്രശ്നം ഞങ്ങൾ ഉന്നയിച്ചത് നമ്മുടെ കേരളത്തിൽ ഇന്നുള്ള പച്ചപ്പിനിടയാക്കുന്ന പ്രവാസികൾ, ആ പ്രവാസികൾ പലരും അവിടെ സ്വദേശീവൽക്കരണം വരുമ്പോൾ ഇങ്ങോട്ട് വരേണ്ട അവസ്ഥയിലേക്ക് എത്തുന്നുണ്ട്. അതുണ്ടാക്കുന്ന പ്രത്യാഘാതം ചെറുതായിരിക്കില്ല. അപ്പോൾ ഇത്തരം ആളുകളെ പുനരധിവസിപ്പിക്കേണ്ടതുണ്ട്. ആ പുനരധിവസിപ്പിക്കുന്നതിന് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ കൂടി ഉത്തരവാദിത്വം വഹിക്കണം. അപ്പോൾ കേന്ദ്രത്തിൻ്റെ നല്ല പങ്ക് അതിലുണ്ടാകേണ്ടതായിട്ടുണ്ട്. അതിലും അദ്ദേഹം നല്ല രീതിയിൽ തന്നെ പ്രതികരിച്ചു. നിങ്ങൾ കൃത്യമായി സ്കീമുകൾ തയ്യാറാക്കി നമുക്ക് ആവശ്യമായ തീരുമാനങ്ങളെടുക്കാം, സഹായിക്കാം എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. പിന്നെ അദ്ദേഹം ചൂണ്ടിക്കാണിച്ച മറ്റൊരു കാര്യം GSTയുമായി ബന്ധപ്പെട്ടതാണ്. അത് ചരക്ക് സേവന നികുതി നിയമത്തിൻ്റെ ഭാഗം. അപ്പോൾ അതിന് കേരളത്തിൻ്റെ സഹായം വേണം എന്നത് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. അതിലിപ്പോൾ ഞങ്ങൾ ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം അതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടില്ല. നേരത്തെ ഞങ്ങൾ ചർച്ച ചെയ്തൊരു വിഷയമാണ്. എന്നാൽ ഇപ്പോൾ ചർച്ച ചെയ്യാത്തതുകൊണ്ട് ഞങ്ങൾ ചർച്ച ചെയ്യാം, ഒരു നിലപാട് ഞങ്ങൾ എടുക്കാം എന്ന് അദ്ദേഹത്തോട് വ്യക്തമാക്കി. അപ്പം അദ്ദേഹം പറയുന്നത് അടുത്ത ഏപ്രിലോടെ ഈ GST നടപ്പിലാക്കാനാവണമെന്നാണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറയുകയുണ്ടായി. അത് കേരളം പോലുള്ള ഉപഭോഗ സംസ്ഥാനങ്ങൾക്ക് ഗുണം ചെയ്യുന്നതാണ് എന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. ഞങ്ങൾക്കതിൽ തർക്കിക്കേണ്ട കാര്യമില്ല. പിന്നെ ഞങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല എന്നുള്ളത് കൊണ്ട് ചർച്ച ചെയ്തിട്ട് നിലപാട് അറിയിക്കാം എന്ന നിലപാടാണ് ഞങ്ങൾ സ്വീകരിച്ചത്. അപ്പോൾ അത് തന്നെയാണ് പറയാനുള്ളത്. ആ ബില്ലിനെക്കുറിച്ച് വ്യക്തമായ നിലപാട് തന്നെ ഞങ്ങൾ സ്വീകരിക്കും. അപ്പോൾ പൊതുവിൽ നമ്മുടെ ഈ ചർച്ചയുടെ ഭാഗമായി നല്ല നിലയിലാണ് എല്ലാവരും അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ചിട്ടുള്ളത്. ഇത് രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾക്ക് ഉതകുന്ന പ്രത്യേക നിർദ്ദേശങ്ങൾ, ആ നിർദ്ദേശങ്ങളെ ആകെ പിന്തുണക്കുന്ന നിലയുണ്ടാകും എന്ന് തന്നെയാണ് ഈ ചർച്ചയുടെ ഭാഗമായി വ്യക്തമാക്കപ്പെട്ടിരിക്കുന്നത്. സംസ്ഥാനത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് നല്ല വാചാലനായിട്ട് അദ്ദേഹം സംസാരിക്കുകയുണ്ടായി ധനകാര്യമന്ത്രി. അതിൽ ടൂറിസത്തിൻ്റെ അനന്തമായ സാധ്യതകൾ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഈ കടൽ, കായൽ, മലനിരകൾ എല്ലാം കൂടി ചേർന്നിട്ടുള്ള കേരളത്തിൻ്റെ ഭൂപ്രകൃതി, അതിൽ ടൂറിസം വർദ്ധിപ്പിക്കാനുള്ള നിലപാട്, എന്നെല്ലാം നമുക്ക് യോജിക്കാവുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അതെല്ലാം അദ്ദേഹം ഞങ്ങളടുത്ത് തന്നെ ഇങ്ങോട്ട് പറയുന്ന നിലയുണ്ടായി. ഇതിൽ നല്ല നിലക്ക് കേരളത്തെ ഒരു ഹബ്ബാക്കി മാറ്റാൻ കഴിയണം എന്ന് അദ്ദേഹം ഉപദേശിക്കുകയുണ്ടായി. അതായത് കേരളത്തിന് ചുറ്റുമുള്ള രാജ്യങ്ങളുണ്ട്, നമ്മുടെ മറ്റ് സംസ്ഥാനങ്ങളുണ്ട്. അവിടെ നിന്നെല്ലാം പല കാര്യങ്ങൾക്ക് കേരളത്തിലേക്ക് എത്തിപ്പെടാൻ ആളുകൾക്ക് കഴിയും. അപ്പോൾ ആരോഗ്യരംഗമായാലും വിദ്യാഭ്യാസ രംഗമായാലും ഇതൊക്കെ നല്ല രീതിയിൽ അഭിവൃദ്ധിപ്പെട്ടാൽ ഇതിൻ്റെ എല്ലാം ഒരു ഹബ്ബായി കേരളത്തെ മാറ്റാൻ കഴിയും. ടൂറിസം അതോടൊപ്പം തന്നെ ശക്തിപ്പെടുത്താനും കഴിയും. അദ്ദേഹവും ആയുർവേദത്തിൻ്റെ പ്രത്യേകത ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. അപ്പോൾ ഇതാണ് ഇന്ന് നടന്ന ചർച്ച. വളരെ വിശദമായി കാര്യങ്ങൾ ചർച്ച ചെയ്തു. ഞങ്ങൾ ഇത്രത്തോളം ചർച്ച നടക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടല്ല വന്നിരുന്നത്. എന്നാലും ചർച്ച വളരെ സഹായകരമായിരുന്നു. നല്ല പിന്തുണ കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുമെന്ന പ്രതീക്ഷയാണ് ഈ ചർച്ചയുടെ ഭാഗമായിട്ട് ഉള്ളത്. ഇതാണ് എനിക്ക് പറയാനുള്ളത്.
അത് കേരളത്തിൽ ഈ വീടുകൾ തകർന്നു പോകുന്ന അവസ്ഥയിലല്ല ഈ പൈപ്പ് ലൈൻ ഇന്ത്യ നിലനിൽക്കുന്നത്. ഏതെങ്കിലും പ്രത്യേക പ്രശ്നമുണ്ടെങ്കിൽ ആ പ്രശ്നം പ്രത്യേകമായിട്ട് നമുക്ക് ചർച്ച ചെയ്യാം. ഇപ്പോൾ ഇത് ആവശ്യമാണോ ആവശ്യമല്ലേ എന്നുള്ളതാണ് ആദ്യത്തെ പ്രശ്നം. ഇത് അല്ല ഇത് ആവശ്യമാണോ ആവശ്യമല്ലേ എന്നുള്ളതാണ് ആദ്യത്തെ പ്രശ്നം. ഇത് നടപ്പാക്കിയില്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തിന് വലിയ തോതിലുള്ള പിന്നോട്ടടി സംഭവിക്കും. ഇപ്പോൾ 1996 ഞാൻ ഒരു 2 വർഷം മന്ത്രിയായിരുന്നല്ലോ. ആ കാലത്ത് ഈ LNG ലൈനിനെ കുറിച്ച് പ്രാരംഭ ചർച്ച ആരംഭിച്ചതാണ്. അന്ന് തുടങ്ങിയതാണ് ഗുജറാത്തിലുമുള്ള കാര്യങ്ങൾ ചർച്ച. അന്നത്തെ ആ പദ്ധതിയോടൊപ്പമുള്ള മറ്റുള്ളവരെല്ലാം പദ്ധതി പൂർത്തിയാക്കി ഗ്യാസ് ഉപയോഗിച്ച് കാര്യങ്ങൾ നടപ്പാക്കി വരികയാണ്. ഇവിടെ ഇതേവരെ ഒന്നുമായിട്ടില്ല എന്ന് വെച്ചാൽ ഈ ഗ്യാസ് എങ്ങോട്ടും കൊണ്ടുപോകാനുള്ള സൗകര്യങ്ങളില്ല. ഇത് നമുക്ക് ഒഴിവാക്കാൻ കഴിയുന്നതല്ല. അങ്ങനെ വരുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രത്യേക പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ പ്രത്യേക പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ളത് മാത്രമേ മാർഗമുള്ളൂ. അത് പരിഹരിക്കുന്നതിന് മുൻകൈ എടുക്കണം. അതുമായിട്ട് എല്ലാവരും സഹകരിക്കുകയാണ് വേണ്ടത്. ഇത് അവർ വെച്ചൊരു നിർദ്ദേശത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമ്മൾ കാണേണ്ടത്, ഇപ്പോൾ കൊച്ചിൻ എയർപോർട്ട് നമ്മൾ നടപ്പാക്കിയിട്ടുണ്ട്. കണ്ണൂർ എയർപോർട്ട് ഇപ്പോൾ നടപ്പാക്കാൻ ഇരിക്കുന്നുണ്ട്. ഇതിലൊക്കെ സ്വകാര്യ മൂലധനം ഉണ്ടല്ലോ. സ്വകാര്യ മൂലധനം ഉണ്ടെങ്കിലും സംസ്ഥാന ഗവൺമെൻറ്റിന് അതിനകത്ത് നിർണായകമായ പങ്കുണ്ട്. എങ്ങനെ വേണമെന്നുള്ളതൊന്നും ഇപ്പോൾ ചർച്ച ചെയ്യുന്നില്ല. അവർ വെച്ചൊരു നിർദ്ദേശം ഞാൻ പരസ്യമായിട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങളിപ്പോൾ അത് സംബന്ധിച്ച് ആലോചന പോലും നടത്തിയിട്ടില്ല, ഒരാലോചനയും നടത്തിയിട്ടില്ല. പക്ഷേ അദ്ദേഹം ഇങ്ങനെയൊരു നിർദ്ദേശം ഞങ്ങളുടെ മുന്നിൽ വെച്ചു എന്ന് മാത്രം. അപ്പോൾ അത് നമുക്ക് ചർച്ച ചെയ്യാവുന്നതാണ്. നമ്മുടെ നാടിന് ഏതെങ്കിലും തരത്തിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കാത്ത സ്വകാര്യ പങ്കാളിത്തം നമുക്ക് സ്വാഗതം ചെയ്യുന്നതിന് ഒരു വിഷമവുമില്ല. ദേശീയപാത ധനമന്ത്രി പറഞ്ഞതിൽ BOT ആണ് ഇപ്പോൾ പ്രധാനമായും അവരെ ഉദ്ദേശിക്കുന്നത്. അതിൽ ടോൾ ഒരു പ്രശ്നമാണ്. കേരളത്തിൽ പലയിടത്തും ടോൾ ഒരു വിഷയമാണ്. അതുപോലെ വീതി കേന്ദ്രം നിഷ്കർഷിക്കുന്ന അതേ വീതി കേരളത്തിൽ നടപ്പാക്കാനും പറ്റും. ഇതെങ്ങനെ പരിഗണിക്കും? വീതിയുടെ കാര്യത്തിൽ ഇപ്പോൾ പ്രശ്നമില്ല. നേരത്തെ തന്നെ കേന്ദ്ര ഗവൺമെൻറ്റുമായി കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കൂടി ചർച്ച ചെയ്ത് അംഗീകരിച്ചൊരു വീതി കഴിഞ്ഞ ഗവൺമെൻറ് തന്നെ സമ്മതിച്ചിട്ടുണ്ട്. അത് ഇവരെ അറിയിച്ചിട്ടുണ്ട്. അത് 45 മീറ്ററാണ്. ആ കാര്യത്തിൽ വേറെ മാറ്റങ്ങൾ ഇപ്പോൾ ഉണ്ടാകേണ്ടതായിട്ടില്ല. അപ്പോൾ അത് കൃത്യമായിട്ട് നടപ്പാക്കാൻ പറ്റും. മറ്റെന്താ പറഞ്ഞത്? ടോളിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ പറയുന്നത് ടോൾ ഒഴിവാക്കണം എന്നുള്ളതാണ്. എല്ലാ ടോളും ഒഴിവാക്കണം എന്നുള്ളതാണ് ഞങ്ങൾ മാനിഫെസ്റ്റോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ സംവിധാനം എങ്ങനെയെന്നുള്ളത് ഞങ്ങൾ ആലോചിക്കും. മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിൽ നമുക്ക് കാര്യങ്ങൾ തമിഴ്നാട് ഗവൺമെൻറ്റുമായിട്ട് ചർച്ച ചെയ്യാവുന്നതാണ്. ഒരു വസ്തുത നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. അത് കേരളം കാണേണ്ടതായിട്ടുണ്ട്. അതായത് മുല്ലപ്പെരിയാർ ഡാം വലിയ തകരാറിലാണ് എന്ന ആശങ്കയാണ് പൊതുവിൽ നമുക്കുണ്ടായിരുന്നത്. ആ ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ല എന്നതാണ് അതുമായി ബന്ധപ്പെട്ട് പരിശോധിച്ച കമ്മീഷനുകൾ വ്യക്തമാക്കിയിട്ടുള്ളത്. അപ്പോൾ അത് വെച്ചുകൊണ്ട് വേണം കാര്യങ്ങൾ നമ്മൾ അങ്ങോട്ട് കടക്കാൻ. എന്നാൽ അതിൻ്റെ മറവിൽ ഈ നിലവിലുള്ള ജലനിരപ്പിൻ്റെ പരിധി വർദ്ധിപ്പിക്കുക എന്നത് ആശാസ്യമായിട്ടുള്ള കാര്യമല്ല. മറ്റു കാര്യങ്ങൾ വിശദമായിട്ട് തമിഴ്നാട് ഗവൺമെൻറ്റുമായിട്ടടക്കം ചർച്ച ചെയ്യേണ്ടതാണ്. ചർച്ചയിലൂടെ ഇതിലൊക്കെ ഒരു നിലപാടും പരിഹാരവും ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതായത് ആ ഡാമിന്
തകരാറുണ്ടോ എന്നുള്ളതാണ് ആദ്യത്തെ പ്രശ്നം. ഈ ഡാമിനെ ബലപ്പെടുത്തുന്നതിനുള്ള ഒരു നടപടി സ്വീകരിച്ചതിൻ്റെ ഭാഗമായിട്ട് ആ ഡാം വേണ്ടത്ര ബലപ്പെട്ട് കഴിഞ്ഞു എന്നതാണ് അത് പരിശോധിച്ച വിദഗ്ധർ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. നമ്മുടെ ആശങ്കയാണ് ഇത്രയും കാലം പ്രകടിപ്പിച്ചുകൊണ്ടിരുന്നത്. ആ ആശങ്ക പ്രകടിപ്പിക്കുമ്പോൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ടൊരു പരിശോധന നടന്നു. ആ വിദഗ്ധരുടെ പരിശോധന നമുക്ക് പൂർണ്ണമായിട്ടും തള്ളിക്കളയാൻ കഴിയുന്നതല്ല. ആ പരിശോധനയുടെ ഫലം വെച്ചുകൊണ്ട് വേണം ആ പ്രശ്നത്തിലേക്ക് നമ്മൾ കടക്കാൻ. കേരളം ഇപ്പോൾ ഒരു മാറ്റവും വരുന്നില്ല. ഇതിൽ കാണേണ്ടത് ഇങ്ങനെയൊരു പരിശോധന റിപ്പോർട്ട് അവിടെ കിടക്കുന്നുണ്ട്. പലവട്ടം നമ്മൾ സുപ്രീം കോടതി വരെ പോയിട്ടുണ്ട്. സുപ്രീം കോടതിയിൽ നിന്നും അനുകൂലമായ ഒരു തീരുമാനവും ഒരു ഘട്ടത്തിലും കിട്ടിയിട്ടില്ല. നമ്മൾ ഓരോരുത്തരും ഇതിനകത്ത് വികാരം വല്ലാതെ ഉയർത്തിക്കൊണ്ടുവന്നിട്ട് പ്രത്യേക ഗുണമൊന്നും കിട്ടാനില്ല. നമുക്ക് വേണ്ടത് നാടിൻ്റെ സമാധാനപരമായ ജീവിതമാണ്. അതിൽ മുല്ലപ്പെരിയാർ ഒരു പ്രശ്നമാക്കി അനാവശ്യ വിവാദങ്ങൾക്കിടയാക്കേണ്ടതായിട്ടില്ല. അത് ഉഭയകക്ഷി ചർച്ചയിലൂടെ എങ്ങനെ പരിഹരിക്കാൻ കഴിയും എന്നാണ് നോക്കേണ്ടത്. സംഘർഷങ്ങൾ സൃഷ്ടിച്ച് പരിഹരിക്കാവുന്ന ഒന്നല്ല ആ പ്രശ്നം. അതിനൊക്കെ ശേഷമാണല്ലോ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ സംഭവിച്ചത്. ഇതിൻ്റെ ഒരു പരിശോധനാ സംവിധാനം വന്നത്. ആ പരിശോധനാ സംവിധാനത്തിലൂടെ ഒരു കാര്യം വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ടല്ലോ. ഇനി അതിനെക്കുറിച്ച് വേറെ പരിശോധന നടക്കണമല്ലോ. ഒരു പരിശോധനാ ഫലം വന്നതിന് ശേഷം അതിനെക്കുറിച്ച് നമ്മുടെ നിലപാട് എന്ത് എന്നത് വേറെ പരിശോധനയിലൂടെ വ്യക്തമാക്കണമല്ലോ. അതല്ലേ വേണ്ടത്. മുല്ലപ്പെരിയാർ പുതിയ അണക്കെട്ട് വരണമെങ്കിൽ ഈ അണക്കെട്ട് എന്ത് ചെയ്യും? അതെ അതുമായി ബന്ധപ്പെട്ടാണല്ലോ ഈ പ്രശ്നങ്ങളൊക്കെ വന്നത്. പിന്നീട് വലിയ തോതിൽ ചർച്ച വന്നല്ലോ. ആ ചർച്ചയുടെ ഭാഗമായിട്ട് ഒരു കമ്മിറ്റി വന്നല്ലോ. ആ കമ്മിറ്റിയുടെ സുപ്രീം കോടതിയുടെ ഭാഗമായിട്ടൊരു കമ്മിറ്റിയുടെ പരിശോധന വന്നല്ലോ. ആ പരിശോധനയുടെ ഫലം വന്നല്ലോ. ആ ഫലം ഇപ്പം നിലനിൽക്കുകയാണ്. അതിനെക്കുറിച്ച് ഇനി വീണ്ടും പരിശോധിക്കണമെങ്കിൽ അതിന് വേറെ സംവിധാനം ഒരുക്കണം. ഇതിലാണ് ഇപ്പോൾ സുപ്രീം കോടതി അടക്കം നിൽക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പരിശോധനയിലേക്ക് നമ്മൾ കടന്നുകൊണ്ട് മാത്രമേ മറ്റു മാർഗങ്ങൾ സ്വീകരിക്കാൻ കഴിയൂ. അതെ ഞാൻ പറയുന്നത് ഇതൊരു സംഘർഷ പ്രശ്നമായിട്ടല്ല അതാണ് എൻ്റെ പോയിൻ്റ്. ഇതൊരു സംഘർഷ പ്രശ്നമായിട്ട് ഉയർത്തുകയല്ല വേണ്ടത്. ഇത് നമുക്ക് പരിഹാരം കാണുകയാണ് വേണ്ടത്. ആ പരിഹാരം കാണുന്നതിന് തൊട്ടടുത്ത സംസ്ഥാനമെന്ന നിലക്ക് തമിഴ്നാടുമായിട്ട് ചർച്ചയിലൂടെ പരിഹരിക്കാൻ ശ്രമിക്കണം. ഇതാണ് എൻ്റെ പോയിൻ്റ്. എന്താ അതിന് ഞാൻ പറഞ്ഞത് മനസ്സിലാകത്തുള്ള ചോദ്യമാണ്. ഞാൻ പറഞ്ഞതൊന്ന്, നിങ്ങളെ ചോദ്യം വേറൊന്നു. അതാണ് സുപ്രീം കോടതി വിധിക്കുന്ന രണ്ട് വിഷയങ്ങൾ കൂടി ചോദിച്ചോട്ടെ. ഒന്ന്, പാമ്പൊലിൻ കേസിൽ കേരള സർക്കാർ എതിർ സത്യവാങ്മൂലം നൽകുന്നു എന്നുള്ളതാണ്. അതായത് ഈ കേസ് അവസാനിപ്പിക്കാനായിട്ടുള്ള അപേക്ഷ ഹൈക്കോടതി തള്ളിയപ്പോൾ അതിനെതിരെ വന്നിട്ടുള്ളതിന് കേരളം എതിർ സത്യവാങ്മൂലം കൊടുത്തിട്ടില്ല എന്നത് ഒന്നാമത്തെ കേസ്. രണ്ട്, ശബരിമല സ്ത്രീ പ്രവേശന കേസിൽ LDF കൊടുത്ത സത്യവാങ്മൂലം തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിലപാടാണ് UDF എടുത്തതും. സ്ത്രീകളെ പ്രവേശിപ്പിക്കാൻ പാടില്ല എന്നാണ് വാദിച്ചത്. അതിനെതിരായൊരു നിലപാട്. പാമോലിൻ കേസുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് കൃത്യമായി നിലപാടുണ്ട്. ആ നിലപാടിൽ തന്നെയാണ് ഞങ്ങൾ നിൽക്കുക. അതിൽ യാതൊരു മാറ്റവും ഉണ്ടാവില്ല. അത് നേരത്തെ ഞങ്ങൾ സ്വീകരിച്ച നിലപാട് തന്നെ തുറന്നു പോകും. ശബരിമല പ്രശ്നം ഞങ്ങൾ പരിശോധിച്ചിട്ട് ഒരു നിലപാടെടുക്കാം. അതിപ്പോൾ ഞങ്ങൾ പരിശോധിച്ചിട്ടില്ല. അല്ല, ഞങ്ങൾക്ക് പരിശോധിക്കേണ്ടതുണ്ട്. ഇപ്പോൾ അങ്ങനെ ഒരു പരിപാടി എനിക്കില്ല. ഇപ്പം നിലപാടിൽ മാറ്റമൊന്നും വന്നിട്ടില്ല. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ അടക്കം ശ്രദ്ധയിൽപ്പെടുത്തി. ആ പറഞ്ഞതിലൊരു വസ്തുതയുണ്ട്. അതെ അല്ല, ആ വസ്തുത നമ്മൾ അറിയണമല്ലോ, അത് മാത്രം. ഞങ്ങളുടെ നിലപാടിൽ മാറ്റമൊന്നും വരുത്തിയിട്ടില്ല.
BJP CPM സംഘർഷം എന്ന് പറയുന്നത് മുഖ്യമന്ത്രി മുൻകൈയെടുത്താൽ മാത്രം പരിഹരിക്കപ്പെടുന്നൊരു കാര്യമല്ല. അതാണ് ഞാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയോട് തന്നെ പറഞ്ഞത്, നിങ്ങളുടെ ആളുകളെ നിങ്ങൾ ഉപദേശിച്ച് അതിന് പരുവത്തിലാക്കണം എന്നുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടേ ചർച്ച നടത്തിയിട്ട് ഫലമുള്ളൂ. മുഖ്യമന്ത്രി എന്ന നിലക്ക് ഇടപെടുന്നതിന് യാതൊരു പ്രയാസവുമില്ല. അത് ഇടപെടുക തന്നെ ചെയ്യും. നാട്ടിൽ സമാധാനം സ്ഥാപിക്കുന്നതിന് ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുക തന്നെ ചെയ്യും. ഭൂമി ഒരു പ്രശ്നം തന്നെയാണ്. എന്നാൽ ചില പദ്ധതികൾക്ക് ഭൂമി ഇല്ലാതെയും പറ്റില്ല. ഇതാണ് പ്രശ്നം. അപ്പോൾ നിലവിൽ ഭൂമി എടുക്കേണ്ടി വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് നല്ല നടപടികൾ സ്വീകരിക്കേണ്ടതായിട്ട് വരും. അത് പദ്ധതിയുടെ പ്രാധാന്യം നോക്കണം, ഏത് പദ്ധതിക്കാണെന്ന് നോക്കണം. അതിന് ഭൂമി ഏറ്റെടുക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ ഭൂമി ആരുടെ ഭൂമിയാണോ ഏറ്റെടുക്കേണ്ടി വരുന്നത് അവർക്ക് ആവശ്യമായ തക്കതായ നഷ്ടപരിഹാരവും നല്ല പുനരധിവാസ പദ്ധതിയും നടപ്പാക്കാനാവണം. ഇതാണ് LDFൻ്റെ നയം. പരിസ്ഥിതിക്ക് പ്രാധാന്യം കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണല്ലോ ഞങ്ങൾ വെള്ളം ശുദ്ധീകരിക്കണം എന്ന് പറയുന്നത്. നമ്മുടെ നദികൾ, കായലുകൾ, നമ്മുടെ ജലസ്രോതസ്സുകൾ എല്ലാം മലിനമായി കിടക്കുന്നുണ്ട്. അത് മുഴുവൻ ശുദ്ധീകരിക്കണം എന്നുള്ള നിലപാടാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത്. ഈ ചർച്ചയിലും ഞങ്ങളത് ഉന്നയിക്കുകയുണ്ടായി. അതിനാവശ്യമായ സഹായം നിങ്ങളിൽ നിന്ന് ലഭ്യമാകണം. അത്തരം കാര്യങ്ങളിൽ ഞങ്ങൾ മുൻഗണന തന്നെയാണ് നൽകുന്നത്. അതെല്ലാം പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. കേരളത്തെ പൂർണ്ണമായും ക്ലീൻ ആക്കുക. അല്ല, രണ്ടിനും പ്രാധാന്യമാണ്. അതിനെപ്പറ്റി ഒരു പ്രശ്നമില്ല. പരിസ്ഥിതി കാണാത്ത ഒരു വികസനം എന്ന നിലപാടെടുക്കാൻ പറ്റില്ല. അത് തന്നെയാണ് കാണുന്നത്. ഈ ആറന്മുള വിമാനത്താവളം പോലുള്ള കാര്യങ്ങളിൽ നേരത്തെ പറഞ്ഞു, ഈ സ്വകാര്യ മൂലധനം വരുമ്പോൾ സർക്കാരിൻ്റെ നിയന്ത്രണത്തിലാണെങ്കിൽ തടസ്സമില്ല. ഇത്തരം ആറന്മുള വിമാനത്താവളത്തിൻ്റെ കാര്യത്തിൽ നേരത്തെ ഒരു നിലപാടുള്ളതാണ്. അത് പൂർണ്ണമായും കൃഷിയിടം അത് ഇല്ലാതാക്കി അവിടെയുള്ള തോടുകളടക്കം നശിപ്പിച്ച് ഒരു വിമാനത്താവളം നിർമ്മിക്കാനാണ് പുറപ്പെട്ടത്. അതിനോട് LDFന് ഒരു ഘട്ടത്തിലും യോജിപ്പുണ്ടായിട്ടില്ല. അവിടെ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. എന്ന് വെച്ച് അവിടെ മറ്റേതെങ്കിലും സൗകര്യപ്രദമായൊരു സ്ഥലം കണ്ടെത്തി അവിടെ വിമാനത്താവളം സൃഷ്ടിക്കാൻ പുറപ്പെട്ടാൽ അതിന് ഞങ്ങൾ എതിരുമല്ല, അതിനെ അനുകൂലിക്കുകയും ചെയ്യും. അല്ല, അത് ഇത്തരം ചോദ്യങ്ങളെല്ലാം ചോദിക്കുന്നത് സ്വാഗതാർഹമായ കാര്യമാണല്ലോ. ഞങ്ങൾ 2 ദിവസമല്ലേ ആയുള്ളൂ. അപ്പോൾ നമുക്ക് കുറച്ച് നാളത്തെ പ്രവർത്തനം വിലയിരുത്തിക്കൊണ്ട് ചോദിക്കുക ആ ചോദ്യം എന്താണെന്നുള്ളത്. അപ്പോൾ ആദ്യത്തെ അവസരത്തിൽ തന്നെ അവരുമായി ബന്ധപ്പെട്ട ചില പദ്ധതികൾ വേണമെന്ന് ഞങ്ങളിവിടെ ചൂണ്ടിക്കാണിച്ചല്ലോ. അപ്പോൾ ഞങ്ങൾ ചിലത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതാണല്ലോ അത് കാണിക്കുന്നത്. ബാക്കി കാര്യം നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. ഞങ്ങളുടെ നിലപാട് ഖനനം പൊതുമേഖലയിൽ വേണമെന്നുള്ളത് തന്നെയാണ്. അത് ഖനനം പൊതുമേഖലയിലാണ്, എല്ലാ ഖനനവും. അത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഖനനം മാത്രമായിരിക്കില്ല, ബാക്കി ഖനനവും വരും. അന്നേരം അതിന് എതിർക്കാൻ പാടില്ല. എല്ലാ ഖനനവും പൊതുമേഖലയിൽ എന്നാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പം നിങ്ങൾ പറയുമ്പോൾ മാത്രമേ ശ്രദ്ധയിലുള്ളൂ. എൻ്റെ ശ്രദ്ധയിൽ ഇതേവരെ ഇല്ല. തമിഴ്നാട് റിപ്പോർട്ട് കൊടുക്കാത്തത് കാരണം കേന്ദ്രം വെച്ച് താമസിക്കുന്നു. പക്ഷേ അവിടെ ജനങ്ങൾ വലിയ ആശങ്ക, സ്ഥലം വിൽക്കാൻ പോലും പറ്റില്ല, കല്യാണങ്ങൾ നടക്കുക, പല പല പ്രശ്നങ്ങളും. അപ്പോൾ കേരളം എന്ത് ചെയ്യുന്നു? കേരളത്തിന് മാത്രമായിട്ടൊരു നോട്ടിഫിക്കേഷൻ ഇറക്കാൻ വേണ്ടി ഇൻസിസ്റ്റ് ചെയ്യുമ്പോൾ എന്താണ്?
പശ്ചിമഘട്ട കാര്യത്തിൽ ഞങ്ങളുടെ നിലപാട് ഈ ജനങ്ങളെ കണ്ടുകൊണ്ടുള്ളൊരു നിലപാട് സ്വീകരിക്കണം. അവിടെ ആവശ്യമായ സംരക്ഷണ നടപടികൾ സ്വീകരിക്കുന്നതിനൊന്നും ഞങ്ങളിതിരല്ല. ഇപ്പോൾ വന്യമൃഗങ്ങളെ സംരക്ഷിക്കണം, ആർക്കും അതിന് തടസ്സമില്ല. പക്ഷേ വന്യമൃഗങ്ങൾക്ക് ഇഷ്ടം പോലെ ഇങ്ങോട്ട് കടന്നു കയറി നാട്ടിൽ കടന്നു കയറി ആളുകളെ കൊലപ്പെടുത്തുന്ന അവസ്ഥയുണ്ടാകാൻ പാടില്ല. അതിനാവശ്യമായ പരിരക്ഷ കൊടുക്കണം. ഇപ്പോൾ ജനവാസ കേന്ദ്രങ്ങളെ പരിഗണിക്കാതെയുള്ള നിലപാട് ഇക്കാര്യത്തിൽ സ്വീകരിച്ചിട്ടുണ്ട്. അതിനോടും യോജിക്കാനാവില്ല. ജനവാസ കേന്ദ്രങ്ങളെ ഇതിൽ നിന്ന് ഒഴിവാക്കുക തന്നെ വേണം. അതിൽ കഴിഞ്ഞ ഗവൺമെൻറ് സ്വീകരിച്ച ശരിയല്ലാത്ത നിലപാട് ഒട്ടേറെ ദുരന്തങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. ഇപ്പം നേരത്തെ ചൂണ്ടിക്കാണിക്കുന്നൊരു പ്രശ്നം, ഗോവ ഗവൺമെൻറ് ഇക്കാര്യത്തിൽ ഫലപ്രദമായി ഇടപെടുകയും അവരുടെ ഇതുമായി ബന്ധപ്പെട്ട് നിർദ്ദേശിക്കപ്പെട്ട വില്ലേജുകളുടെ എണ്ണം വൻതോതിൽ കുറച്ചു കൊണ്ടുവരികയും ചെയ്തു. 90-ലധികം വില്ലേജുകളോ മറ്റോ നിർദ്ദേശിച്ചിട്ട് അത് 10-ൽ താഴെ വില്ലേജുകളാക്കിയിട്ട് ചുരുക്കി. അങ്ങനെ ഇടപെടൽ അവർക്ക് നടത്താൻ കഴിയും. അത് ജനവാസ കേന്ദ്രങ്ങൾ എന്ന ന്യായത്തിലാണ്. ഇത്തരത്തിലുള്ള ഒരു നിലപാടും നമ്മുടെ സംസ്ഥാനം സ്വീകരിച്ചില്ല. അപ്പോൾ ഞങ്ങൾ അവിടെയുള്ള ജനങ്ങളുടെ കൂടെ തന്നെയാണ്. എന്നാൽ ഈ പറയുന്ന പരിസ്ഥിതി സംരക്ഷണത്തിന് ഞങ്ങൾ എതിരുമല്ല. ഇതാണ് ഞങ്ങളുടെ നയം ആ കാര്യത്തിൽ. കഴിഞ്ഞ 2 വർഷമായിട്ട് നരേന്ദ്രമോദി എന്ന് പറയുന്ന പ്രധാനമന്ത്രിയെ രാഷ്ട്രീയ നേതാവിനെ ഈ സർക്കാരിനെ ഏറ്റവും രൂക്ഷമായിട്ട് വിമർശിച്ചു പോകുന്ന ഒരു പ്രസ്ഥാനമാണ് CPM LDF താങ്കൾ നടക്കുന്നത്. ആദ്യമായിട്ട് വന്നു അദ്ദേഹത്തെ ഇന്ന് കണ്ടു, ഇതിനെല്ലാം കണ്ടു. പ്രഥമ ദൃഷ്ടിയ എങ്ങനെ തോന്നുന്നു? ഇനി അങ്ങോട്ട് സഹകരിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലാണ് ഇതുവരെ പറഞ്ഞു വന്ന രീതിയിലുള്ള? ഞാനതെല്ലാം പറഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നു. അദ്ദേഹവുമായി സംസാരിച്ച കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു. അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞ കാര്യങ്ങളും പറഞ്ഞു. ഇത് ഗവൺമെൻറ് ടു ഗവൺമെൻറ് ബന്ധത്തിൻ്റെ കാര്യമാണ്. നിങ്ങൾ കേരളം ഇന്ത്യ രാജ്യത്തിനകത്തുള്ളൊരു സംസ്ഥാനമാണ്. ഇന്ത്യ രാജ്യത്തുള്ളൊരു സംസ്ഥാനം എന്ന നിലക്ക് കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് ഫലപ്രദമായ സഹായം കേരളത്തിന് ലഭ്യമാകേണ്ടതുണ്ട്. അത് ഏതെങ്കിലും തരത്തിലൊരു യാചിക്കുന്നതല്ല, അതായത് ഒരു ഓശാരം ചോദിക്കുന്നതല്ല. നമ്മുടെ നാടിന് അർഹതപ്പെട്ടൊരു കാര്യമാണ്. അത് പ്രധാനമന്ത്രി എന്ന നിലക്ക് പ്രധാനമന്ത്രിയെ കണ്ടാണ് പറയേണ്ടത്. അക്കാര്യത്തിൽ നല്ല പ്രതികരണമാണ് അദ്ദേഹത്തിൽ നിന്നുണ്ടായത്. ആ പ്രതികരണം ഞാൻ നിങ്ങളോട് പങ്കുവെക്കുകയും ചെയ്തു. കണ്ണാടി എപ്പോൾ കാണുന്നത് നല്ലതാണല്ലോ. അതെ, അത് ഞാൻ തുടക്കത്തിൽ പറയണമെന്ന് ഉദ്ദേശിച്ചായിരുന്നു. ഇങ്ങനെയൊരു ദുരന്തം നമ്മുടെ നാട്ടിൽ സംഭവിച്ചിട്ടുണ്ട്. പയ്യാവൂരിനടുത്ത് ഇവിടെയുള്ള കുട്ടികളടക്കം അതിലുണ്ട് എന്നാണ് തോന്നുന്നത്. അവിടെ പോയി പുഴയിലിറങ്ങി അതിലൊരു കുട്ടി മാത്രമേ രക്ഷപ്പെട്ടുള്ളൂ. 5 കുട്ടികൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. ആ കുട്ടികളുടെ നിര്യാണത്തിൽ അഗാധമായ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുകയാണ്. മറ്റ് നടപടികൾ സ്വീകരിക്കാൻ കലക്ടർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ തുറന്നുള്ള നടപടികൾ എന്താണെന്നുള്ളത് ഗവൺമെൻറ് പരിശോധിക്കുകയും ചെയ്യും. സോഷ്യൽ മീഡിയയിൽ മറ്റുള്ള ചർച്ച വരുന്നുണ്ട്. 13-ാം നമ്പർ കാറ് മന്ത്രിമാരെ ഔദ്യോഗികമായി ഉപയോഗിക്കില്ല. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് വിദ്യാഭ്യാസ മന്ത്രി ബേബി ഉപയോഗിച്ചു. ഇത്തവണ മാറ്റി നിർത്തിയതിന് ചർച്ച സോഷ്യൽ മീഡിയയിൽ വ്യാപകമായ ചർച്ച. ബേബിയെ മാറ്റി നിർത്തിയതല്ല. ബേബി ഇവിടെ ഞങ്ങളെ പാർട്ടി സെൻറ്ററിൽ പ്രവർത്തിക്കുന്ന സഖാവായതുകൊണ്ട്, അദ്ദേഹം അവിടെ ആവശ്യമായതുകൊണ്ട് ഇത്തവണ അവിടെ മത്സരിച്ചില്ല എന്നുള്ളതാണ്. അദ്ദേഹം അതെ, അത് പ്രത്യേക കാരണമൊന്നുമില്ല. അത് ആരും ഉപയോഗിച്ചില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. കേന്ദ്രത്തിൽ നേരത്തെ UPA-യുടെ കാലത്തുണ്ടായിരുന്ന പോലെ ഒരു ഉപദേശക സമിതി കേരളത്തിൽ ആലോചിക്കുന്നു പല വാർത്തകളും. അതിൽ ചിലരെ എൻ്റെ ക്യാബിനറ്റ് റാങ്കോടെ തലപ്പത്ത് വഹിക്കുമെന്ന് ആലോചന പത്രവാർത്തകളിൽ ധാരാളം ഉണ്ടായി. നമ്മളൊക്കെ തന്നെ അഭിപ്രായം എന്താണെന്നുള്ളത്. ഗവൺമെൻറ് ആകുമ്പോൾ പല കാര്യങ്ങൾ ആലോചിക്കുമല്ലോ. ആ ആലോചിക്കുന്ന വിഷയങ്ങൾ എന്താണെന്ന് അഡ്വാൻസ് ആയിട്ട് പറയാനും കഴിയില്ല. അപ്പോൾ ആലോചന വരുന്ന മുറക്ക് നിങ്ങളെ അറിയിക്കാം എന്താണെന്നുള്ളത്. അല്ല, മുഖ്യമന്ത്രിക്ക് തന്നെ ഉപദേശകന്മാർ വേണമല്ലോ. ഞാൻ തന്നെ ഇപ്പോൾ ഒരു പുതുക്കക്കാരനല്ലേ. ഈ 98-ൽ ഈ രംഗത്ത് നിന്ന് ഇറങ്ങി പാർട്ടി രംഗത്തേക്ക് പോയ ആളാണല്ലോ ഞാൻ. ഇപ്പം നേരെ ചെന്ന് കയറുകയില്ലേ. അപ്പോൾ എനിക്ക് തന്നെ ഉപദേശം നല്ലോണം വേണ്ടേ, അല്ലാതെ കാര്യങ്ങൾ നടത്താൻ പറ്റും. അപ്പോൾ ഉപദേശകന്മാരുണ്ടാകുന്നതിലൊരു തെറ്റുമില്ല.
അത് വേണ്ടി വരും എന്നുള്ളതാണ്. അന്നേരം നിങ്ങൾ എതിർത്തേക്കരുത്. അതാണ് പ്രശ്നം. അല്ല, ഉപദേശകന്മാരെ അതത് നിലയിലുള്ള വൈദഗ്ധ്യമല്ലേ പ്രധാനം. അത് നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. നിങ്ങളെന്തിനാ അതിന് ധൃതി കൂട്ടുന്നു? ഇന്നത്തെ ഈ പ്രാഥമിക ചർച്ചയ്ക്ക് ശേഷം വിശദമായിട്ട് ഓരോ മന്ത്രാലയങ്ങളും എന്തെങ്കിലും പദ്ധതികൾ തയ്യാറാക്കി കേന്ദ്രത്തിന് സമർപ്പിക്കാനോ അങ്ങനെ എന്തെങ്കിലും? തീർച്ചയായും അതിനാണല്ലോ ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഞങ്ങളും പറഞ്ഞിട്ടുള്ളതാണ്. അതിൽ ബന്ധപ്പെട്ട വകുപ്പുകളുണ്ട്. ആ വകുപ്പുകൾ ഓരോന്നും അതുമായി ബന്ധപ്പെട്ട് വിശദാംശങ്ങൾ തയ്യാറാക്കും, വിവിധ പദ്ധതികൾ തയ്യാറാക്കും. അതിൻ്റെ ഭാഗമായി കേന്ദ്ര ഗവൺമെൻറ് സമീപിക്കും. അത് ആ പദ്ധതി നേടിയെടുക്കുന്നതിനുള്ള നല്ല നിരക്കുള്ള തുടർ പ്രവർത്തനവും സംഘടിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതിന് പ്രത്യേകമായ ഒരു സെൽ ഇവിടെ ഒരു സെല്ലുണ്ട്. പക്ഷേ അത് ഇതിനായി തന്നെ കൂടുതൽ ശക്തിപ്പെടുത്തുന്ന നിലയും ഉണ്ടാകും. പണം കുറവാണെങ്കിൽ വായ്പ എടുക്കേണ്ടി വരുന്നു. കേന്ദ്രത്തോട് പ്രത്യേകമായിട്ട് എന്തെങ്കിലും വേണം കേരളത്തിന് വലിയൊരു എമൗണ്ട്. ഇപ്പം ഞങ്ങളൊന്നും ചോദിക്കാൻ വന്നതല്ലല്ലോ. ആ കാര്യങ്ങളെല്ലാം അവിടെ ഒരു പരിശോധന നടത്തിയതിന് ശേഷം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. ഇപ്പോൾ ഒന്നും ചോദിച്ചിട്ടില്ല ഞങ്ങൾ പ്രത്യേകമായിട്ട്. ചർച്ചയിൽ വന്നതിൻ്റെ ഭാഗമായിട്ട് ചില പരാമർശങ്ങൾ നടത്തിയെന്ന് മാത്രമേ ഉള്ളൂ. ഈ ജിഷ വധക്കേസുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിലെ ഒരു പ്രമുഖ രാഷ്ട്രീയ നേതാവിൻ്റെ പേര് ആരോപണമായിട്ട് ഉന്നയിക്കപ്പെടുന്നു. ഇത് അന്വേഷണ സംഘത്തിൻ്റെ പരിഗണനാ വിഷയത്തിലുള്ള കാര്യം. അല്ല, അന്വേഷക സംഘത്തിൻ്റെ പരിഗണനാ വിഷയത്തിൽ എന്തൊക്കെയുണ്ട് ഇല്ല എന്നുള്ളത് ഒരു മുഖ്യമന്ത്രി അറിയേണ്ട കാര്യമല്ല. അത് അന്വേഷക സംഘം തന്നെ ആലോചിക്കേണ്ട കാര്യമാണ്. ഈ അന്വേഷക സംഘത്തിന് അതിനുള്ള പൂർണ്ണ അധികാരമുണ്ട്. ഒരു കൈകടത്തലും ആ കാര്യത്തിനുണ്ടാവില്ല. അതാണ് അതിൽ ഞങ്ങൾ നൽകുന്ന ഉറപ്പ്. ഒരു പരാതി അവിടെ ലഭിച്ചിട്ടുണ്ടെന്നുള്ളത് ശരിയാണ്. അത് ഞങ്ങൾ അങ്ങോട്ട് കൊടുത്തിട്ടുമുണ്ട്. അത് ഇപ്പോൾ ഈ ഘട്ടത്തിൽ നടത്തുന്നില്ല. അത് നമുക്ക് പരിഗണിക്കാം, എന്താണെന്നുള്ളത് ആലോചിക്കാം അതിനെപ്പറ്റി. അപ്പോൾ നമുക്ക് അവസാനിപ്പിക്കാമല്ലോ. ശരി, നന്ദി. മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ ദില്ലി സന്ദർശനത്തിന് ശേഷം കേരള ഹൗസിൽ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, ധനമന്ത്രി, ആഭ്യന്തരമന്ത്രി അടക്കമുള്ളവരെ അദ്ദേഹം കണ്ടു. പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച സൗഹാർദ്ദപരമായിരുന്നുവെന്നും ക്രിയാത്മകമായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തോടുള്ള താല്പര്യം പ്രധാനമന്ത്രി പ്രത്യേകം പ്രകടിപ്പിക്കുകയും ചെയ്തു എന്നടക്കമുള്ള കാര്യങ്ങളൊപ്പം അനവധി വിഷയങ്ങൾ ഉന്നയിക്കുകയും അതിന് ക്രിയാത്മകമായ മറുപടികൾ ലഭിക്കുകയും ചെയ്തു എന്ന് അദ്ദേഹം പറഞ്ഞു.